ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പോർക്ക് വരട്ടിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് വരട്ടിയതാണ്. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് കാണാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1/2 kg പോർക്കാണ്. ആദ്യം നമുക്കിത് വേവിച്ച് വെക്കാം. ഇത് വേവിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ 1/2 സ്പൂൺ വീതം കുരുമുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും ഇട്ടാണ് ഞാൻ ആദ്യം ഈ പോർക്ക് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് നമുക്ക് എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് എണ്ണയിലൊന്ന് വഴറ്റി വരട്ടെ. അന്നത്തേക്ക് നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടികൾ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കൂടെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മുടെ അടുത്ത കുറച്ച് മസാലക്കൂട്ടും കൂടിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്നും കൂടിയും വഴറ്റിയെടുക്കാം നമ്മുടെ മസാല. ഇപ്പം നമ്മുടെ മസാല നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 10 to 15 മിനിറ്റ്സോളം നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കാം. അന്നേരത്തേക്ക് നമ്മുടെ ഇതിലെ ചാറൊക്കെ ഒന്ന് വറ്റി പാകത്തിന് പോർക്ക് നല്ലപോലെ വരട്ടി വരും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പോർക്ക് നല്ലപോലെ പാകത്തിനായിട്ടുണ്ട്. ഇപ്പം നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം.